ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നലെ തൃശ്ശൂരിലെ സ്കൈ വാക്കിലൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇതിലൂടെ ഞങ്ങൾ പോകുന്നത്. താഴെ റോഡിൽ കൂടെ പലവട്ടം പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിലൊന്ന് കയറുക എന്നുള്ളത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിലൊന്ന് കയറി. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ വാർത്തയിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ. എങ്കിൽ ഈ ഒരു സ്കൈ വാക്കിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരു 2 വാക്ക് സംസാരിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ആകാശ നടപ്പാതയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ നഗറിലൂടെ കടന്നു പോകുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ആകാശ നടപ്പാതയാണ് കേട്ടോ. പഴയ പട്ടാളം ശക്തൻ തമ്പുരാൻ നഗർ റോഡ്, റിംഗ് റോഡ്, ശക്തൻ നഗർ റോഡ്, ശക്തൻ തമ്പുരാൻ ഹൈ റോഡ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു സ്കൈ വാക്കാണ് കേട്ടോ ഇത്. വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും നീളമേറിയ സ്കൈ വാക്കാണ്. അപ്പം ഞങ്ങൾ ഇതിലൂടെ കയറി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് താഴെ നോക്കുമ്പോൾ മൊത്തത്തിലുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പിൻ്റെ അടുത്തും ഇതിൽ പോയാൽ എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാകും കേട്ടോ. എക്സാമ്പിളായിട്ട് നമുക്ക് ഫിഷ് മാർക്കറ്റിലാണ് എത്തേണ്ടതെങ്കിൽ അവിടെ ഫിഷ് മാർക്കറ്റ് എന്നുള്ള ഒരു ആരോ കൂടെ കൊടുത്തിട്ടുണ്ടാകുക. നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നേ. ജോലിക്ക് പോകുന്നവരും അല്ലാണ്ട് ഇരിക്കുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളേതായാലും ആ ഒരു റൗണ്ട് മൊത്തം ഒന്ന് കറങ്ങി കണ്ടു. ഫുള്ള് AC ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ അങ്ങോട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ. ആ റൗണ്ട് മൊത്തം ഒന്ന് കറങ്ങി കണ്ട് താഴെ ഇറങ്ങിയപ്പോൾ ഒരു രസകരമായിട്ടുള്ള രൂപം കണ്ടു കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഒരുപാട് പ്ലാസ്റ്റിക് കവറും കുപ്പികളും വെച്ചിട്ട് നല്ലൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ചു നേരം അത് നോക്കി നിന്നു കേട്ടോ. കാണുമ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്നും കരുതിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ഫ്രൂട്ട് ബൈയിലേക്കാണ്. എന്താ കഴിക്കാന്ന് ആലോചിച്ചപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഒന്ന് തപ്പി തിരഞ്ഞു നോക്കിയാണ്ട് ഒരു സ്പെഷ്യൽ ഫലൂദയും മാംഗോ ഡിലൈറ്റ് ഫലൂദയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. സാധനം എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റാണ് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ അഡീഷണൽ ആയിട്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു സാധനം ഇവിടെ ഇല്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫലൂദ എത്തിയിട്ടുണ്ടായിരുന്നേ. അച്ചും പൊന്നും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് നോക്കാനുള്ള അവസരം പോലും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവർക്കത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും മുഴുവനായിട്ടും അവരത് കുടിക്കൂല എന്നുള്ളത് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവർ മതിയാക്കിയതിന് ശേഷം ഞാനും പ്രജോട്ടനും കൂടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പോരുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തി ഉടനെ തന്നെ ആ പപ്പായയും ചെത്തി കഴിച്ചു കേട്ടോ. പോരാത്തതിന് കുറച്ച് ചോറും തിന്നിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.